ഇന്ന് നമുക്ക് ഒരു ബൊഫെ കഴിക്കാൻ പോയാലോ? നാട്ടിലെ ചില കല്യാണങ്ങൾക്കൊക്കെ ബൊഫേന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് അല്ലാണ്ട് ഞാൻ അങ്ങനെ പൈസ മുടക്കി പുറത്തുനിന്നൊരു ബൊഫേന്ന് ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു സെറ്റപ്പ് ഭയങ്കര കോമൺ ആയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ സത്യം പറഞ്ഞ റീസെന്റ് അറിയുന്നത്. പക്ഷെ കല്യാണങ്ങൾക്ക് നമ്മൾ പോയി കഴിക്കുന്നത് പോലെ ഇത് ഫ്രീ അല്ല. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അതെന്തുകൊണ്ട് ന്യായമായ ഒരു പരിപാടിയാണല്ലോ. പ്രതീക്ഷിച്ച പോലെ ഇത് പക്ഷെ അത്ര സിമ്പിൾ പരിപാടി ആയിരുന്നില്ല. നല്ല രീതിയിൽ ഫുഡ് അടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുള്ളൂ. $30 പെർ ഹെഡ് പേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മുതലാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് വരെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉദ്ദേശിച്ച് ആ രീതിയിൽ ഒരു പോളിംഗ് നടത്താൻ എനിക്ക് പറ്റിയില്ല. സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും ഡെസേർട്ട്സും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. വിശപ്പിന്റെ വിളി അങ്ങ് മൂർധന്യാവസ്ഥ വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെന്ന് കയറിയപ്പോൾ തന്നെ എന്തെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഈ എടുത്തതിന്റെ ക്വാണ്ടിറ്റി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതവണ ഇവള് മുതലാക്കിയില്ലെന്ന് പറഞ്ഞതെന്ന്. പക്ഷെ എടുത്തതുപോലെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ. മധുരം പണ്ട് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഡെസേർട്ട് സെക്ഷനിലോട്ടേക്കായിരുന്നു എൻ്റെ ഫുൾ കോൺസെൻട്രേഷനും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാഴ്സൽ ഫെസിലിറ്റിയും കൂടെ വേണമായിരുന്നു. പിന്നെ പറ്റുന്ന പോലെയൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങ് പോന്നു.